റിഫ്ലക്ഷൻ നോട്ട് തയ്യാറാക്കാനായി ആദ്യം മൈ ടീച്ചിങ് മാനുവൽസ്, തുടർന്ന് നമ്മുടെ ക്ലാസ്സും വിഷയവും തിരഞ്ഞെടുക്കുക. നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്ലോഡ് TM. അതിൽ ഒരു TMൽ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ നമുക്ക് ചെയ്യാനുള്ള റിഫ്ലക്ഷൻ നോട്ട് നമുക്ക് എഴുതാവുന്നതാണ്. അതിനുശേഷം സെലക്ട് എ വാല്യൂ, എക്സലൻറ്റ്, ഗുഡ്, ആവറേജ്, ഇതിലേതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുക്കുക. അതിനുശേഷം ബാക്കിയൊന്നും ചെയ്യാനില്ല, ആഡ് എന്ന ഓപ്ഷൻ മാത്രം കൊടുത്താൽ മതി. ഇവിടെ എന്തെങ്കിലും നമ്മൾ എഴുതുകയാണെങ്കിൽ ഇവിടെ അത് ആഡ് ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്, ഞാനിപ്പോൾ തൽക്കാലം ടൈപ്പ് ചെയ്തത് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നീട് വേണമെങ്കിൽ അത് എഡിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാം, ഇവിടുന്ന് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഈ റിഫ്ലക്ഷൻ നോട്ട് നമുക്ക് HM ലോഗിനിൽ പോയാൽ കാണാൻ സാധിക്കുന്നതാണ്. TM കൺസോളിഡേഷൻ, ഇതിൽ റിഫ്ലക്ഷൻ നോട്ട് വളരെ കൃത്യമായിട്ട് ഒരു കോളം റിഫ്ലക്ഷൻ നോട്ടിനുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇത് മേലധികാരികളെല്ലാവരും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായും ഇത് ഉണ്ടാവണം. കാരണം ഇതിലുള്ള കാര്യങ്ങൾ അടുത്ത സബ്ജക്റ്റ് കൗൺസിലിൽ ചർച്ച ചെയ്യേണ്ടതുമാണ്. ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും പരിശോധനയ്ക്ക് വിധേയമാക്കാവുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.